അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ, ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ച് താഴെ വന്നൊരു മൈനയെ CPR നൽകി അതിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സുഹൃത്തും നമ്മുടെ നാട്ടുകാരനുമായ സാജിർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, നല്ല വൈറലായ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സാജിറിനോട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ നമുക്ക് എന്ത് ചെയ്യുക, കണ്ടിട്ട് വരാം. എന്നിട്ട് ബാക്കി നമുക്ക് സാജിറിനോട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടെന്നൊക്കെ സാജിറിനോട് സംസാരിച്ച് നോക്കാം. വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സാജിർ നമ്മോട് ഉണ്ട്. അപ്പോൾ സാജിറിനോട് നമുക്ക് എന്ത് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക. സാജിറെ, നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ, എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? നിങ്ങൾ എവിടെ പോയിരുന്നാണ്? ഇന്നലെ ഞായറാഴ്ച കാലത്ത് പണിക്ക് പോകാം. കൂട്ടുകാരൻ നമ്മളെ റഹീം കൂട്ടുകാരൻ. പണിക്ക് പോകുമ്പോ ഇതുപോലെ വെളിയങ്കോട് അപ്പോ ഒരു പോസ്റ്റിൽ നിന്ന് ഇതേപോലെ എത്ര സമയത്തുണ്ടപ്പോ? ഒരു 9 മണി ജോലിക്ക് പോയിട്ട്. അപ്പോ ഇത് നിലത്തേക്ക് വീണു. അപ്പൊ ഞാനിപ്പോ ഈ ബൈക്കില് പോകുമ്പോ അത് കാണാൻ പറ്റും. വണ്ടി സൈഡാക്കി നിർത്തി പോയി. അപ്പൊ ഞാൻ റഹീമിനോട് പറഞ്ഞേ, ഒന്ന് CPR കൊടുക്കുന്ന രീതി അത് കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്ന് നമുക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, ചെറിയ രീതിയിലെങ്കിലും അറിയാം. അപ്പൊ റഹീമിനോട് പറഞ്ഞു, റഹീമിനോട് CPR കൊടുക്കാനല്ല പറഞ്ഞത്, എടാ ഒന്ന് ഞെക്കി നോക്കടാന്ന് പറഞ്ഞു. അപ്പൊ റഹീമിന് പേടിയാന്ന് പറഞ്ഞു. ഞാനിക്ക് ഒരു ഭാവം തോന്നി. അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നുന്നു. അപ്പൊ ഞാന് പോയിട്ട് CPR ഒരു 2 മിനിറ്റോളം ഏകദേശം പ്രസ് ചെയ്ത് പിന്നെ ഇത് ഒരു പെടച്ചില് വന്നപ്പോ അതാണ് നമുക്ക് ഇത് ചത്തില്ലാന്ന് അപ്പോഴാണ് മനസ്സിലാവണത്. ഇതിങ്ങനെ ഞെക്കുമ്പോ അതെ, നമ്മള് ഇത് CPR കൊടുക്കുമ്പോ ഇതിന്റെ കാലിങ്ങനെ ഞാൻ ഞെക്കണ പ്രസ് ചെയ്യണതിന്റെ ഇതിലാണ് കാലിങ്ങനെ ഇങ്ങനെ ആവുന്നത്. പക്ഷെ അത് ഇതല്ല, ജീവനുള്ളതല്ലേ. പക്ഷെ ഇതാണ്ട് പടഞ്ഞപ്പോ ഒരു സന്തോഷം. അതിനെ പരിചരിച്ച് വെള്ളം കൊടുക്കുന്നൊക്കെ നമ്മള് വീട്ടിൽ കാണുന്നുണ്ട്. അതെ, അത് അവസാനം വെള്ളം കൊടുക്കുന്ന സുഹൃത്തുക്കളൊക്കെ എവിടെയുള്ള ആളുകളാ? അത് ഞാനേ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തൊന്നുമില്ല. അപ്പൊ ഞാന് 2 അടി നടന്നു, ഒരു 10 അടിയോളം അപ്പുറം നടന്നപ്പോ വെള്ളിമണിക്ക് നമ്മളെ സുഹൃത്ത് ഈ മുസ്തഫ അവിടെ ഈ കൽപ്പണി എടുക്കുന്നു. ഞാനവിടെ ഈ മുസ്താഖാനെ കണ്ടപ്പോ മുസ്താഖാന്റെ വിവരങ്ങൾ പറഞ്ഞു. അപ്പൊ മുസ്താഖ മുസ്താഖായിട്ട് വെള്ളം കൊടുക്കണേ, ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കൊടുക്കുന്ന കാണുന്നുണ്ട് വീഡിയോ കയ്യിൽ പറന്നു പോകുന്നതും. ഞാനിത് കയ്യിലിങ്ങനെ മുസ്താഖ വെള്ളം കൊടുത്ത് പിന്നെ കുറച്ചു നേരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിലില്ല. എന്തായാലും വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണത്. കാരണം നമ്മളൊക്കെ അത് മരിച്ചു എന്ന് കരുതി, സാധാരണ നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ ഒരുപാട് പൂച്ച മറ്റുള്ള ജീവികളൊക്കെ റോഡിൽ കിടക്കുന്നു. കുറെ ആളുകൾ അത് മെയിൻ ചെയ്യാണ്ട് പോകും. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ നാടിനും വളരെ ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ നാട്ടുകാരനായതിൻ്റെ പേരിൽ. എന്തായാലും വളരെയധികം സന്തോഷം, നന്ദിയുണ്ട്. ഓക്കെ.